ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓണം. ഓണാഘോഷം തുടങ്ങുന്നത് പൂക്കളം ഇടുന്നതോടുകൂടിയാണ്. പണ്ടൊക്കെ പിള്ളേരോണം മുതലായിരുന്നു പൂക്കളം ഇടുന്നതും. ഇന്ന് അത്തം മുതലാണ് പൂക്കളം ഇടുന്നത്. തുമ്പപ്പൂ, തുളസിപ്പൂ, തൊട്ടാവാടിപ്പൂ, മുക്കൂറ്റിപ്പൂ, കൊങ്ങിണി, വാഴക്കൂമ്പ്, ഇലകൾ, ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളവതെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചാണ് ചാണകം മെഴുകിയ തറയിൽ പൂക്കളമിടാൻ തുടങ്ങുന്നത്. തുമ്പപ്പൂ ഇട്ടാണ് പൂവിടാൻ തുടങ്ങേണ്ടത്. ആദ്യ 2 ദിവസം തുമ്പപ്പൂവും തുളസിയുമാണ് ഇടുന്നത്. 3-ാം ദിവസം മുതൽ നിറങ്ങളുള്ള പൂക്കളിടും. 5-ാം ദിവസം മുതൽ കുടകുത്തും. വാഴപ്പിണ്ടിയിലോ വാഴത്തടയിലോ ആണ് കുടകുത്തുന്നത്. ഈർക്കിലിയിൽ ചെമ്പരത്തിപ്പൂവും മറ്റു പൂക്കളും കോർത്തു വയ്ക്കുന്നതിനാണ് കുടകുത്തുക എന്ന് പറയുന്നത്. 6-ാമത്തെ ദിവസം മുതൽ പൂക്കളത്തിന് 4 ദിക്കിലേക്കും കാല് നീട്ടും. ഉത്രാടത്തിൻ്റെ അന്നാണ് ഏറ്റവും വലിയ പൂക്കളമിടുന്നത്. അന്നാണ് മണ്ണുകൊണ്ട് തൃക്കാക്കരപ്പൻ്റെ രൂപമുണ്ടാക്കുന്നത്. ഉത്രാട ദിവസം വൈകിട്ട് തന്നെ പൂക്കളത്തിലെ പൂക്കളെല്ലാം മാറ്റി പടിക്കൽ വയ്ക്കും. ചാണകം കൊണ്ട് തറ മെഴുകി തുമ്പക്കുടം വയ്ക്കും. ചിലയിടത്ത് അരക്കല്ല് വയ്ക്കുന്നതും കേട്ടിട്ടുണ്ട്. തിരുവോണത്തിന് രാവിലെ നിലവിളക്ക് കത്തിച്ച് വെച്ച് അരിമാവിൽ വെണ്ടയില ഇടിച്ച് പിഴിഞ്ഞ് കുറുക്കി കൈകൊണ്ട് കോലം വരയ്ക്കും. അതിനുശേഷമാണ് പൂക്കളത്തിൽ അട നിവേദിക്കുന്നത്. പൂവട എന്നാണ് ഇതിനെ പറയുക. തിരുവോണ ദിവസം വൈകുന്നേരം തേങ്ങാപ്പീരയും ശർക്കരയും തിരുമ്മി വീടിൻ്റെ 4 ദിക്കിലും വയ്ക്കും. ഇത് ഉറുമ്പിനോണം കൊടുക്കുക എന്ന സങ്കല്പമാണ്. അരിമാവ് കൊണ്ട് ഭിത്തിയിൽ കോലം വരയ്ക്കുന്നതിന് പല്ലിക്ക് ഓണം കൊടുക്കുക എന്നും പറയും. ചിലയിടത്ത് അരിമാവിൽ കൈമുക്കി ഭിത്തിയിലും വാതിലിലും പതിപ്പിക്കാറുമുണ്ട്.